നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1. മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം. കർഷക ദിനവും മലയാള വർഷാരംഭവും കൂടിയാണിന്ന്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കൊല്ലവർഷം 1201 ആണ്ടിലെ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു. പ്രമുഖ സാഹിത്യകാരൻ അഷ്ടമൂർത്തി പ്രകാശനം നിർവഹിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ 7ാം സംസ്ഥാന സമ്മേളനം പറവൂരിൽ നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1. മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം. കർഷക ദിനവും മലയാള വർഷാരംഭവും കൂടിയാണിന്ന്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന ഈ മാസത്തിനായി കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത്. ചിങ്ങമാസം എത്തിയാൽ കേരളക്കരയിലെങ്ങും ആഘോഷങ്ങളാണ്. ആശങ്കകളേറെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് കർഷകർ. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഒട്ടേറെ സവിശേഷതകളുമായി കൊല്ലവർഷം 1201 ആണ്ടിലെ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു. പ്രമുഖ സാഹിത്യകാരൻ അഷ്ടമൂർത്തി കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു. ഇന്ന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു സദസ്സിന്റെ മുമ്പിൽ സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ക്ലാസ് റൂമിൽ തന്നെയാണ്. കാരണം കുട്ടികൾക്കാണ് കൂടുതൽ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ വിവരമുണ്ടാവുക. കാരണം ഈ പുതിയ ടെക്നോളജി വെച്ചിട്ട് അവര് ആർജിക്കുന്ന ഇൻഫർമേഷൻ, അറിവായിട്ടുള്ള ഇൻഫർമേഷൻ, വിവരം എന്നുള്ളത് വിജ്ഞാനം, അവർ വിവരം എന്നുള്ളത് പലപ്പോഴും അധ്യാപകരെയൊക്കെ കുഴക്കുന്നൊരു കാലമാണ്. എന്ത് പറഞ്ഞാലാണ് ആ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അവർക്ക് തിരിച്ചൊരു ചോദ്യം വന്ന് മറുപടി പറയാൻ പറ്റാത്തൊരു സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനൊരു കലണ്ടർ നടത്തുന്നതിൻ്റെ അവസ്ഥയിൽ ഭാഷയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ചു കാലമായിട്ട് എനിക്ക് ഭാഷയിൽ താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചു കാലമായിട്ട് ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കാറുണ്ട്. നമ്മുടെ മലയാളം എവിടെ നിൽക്കുന്നു നമ്മളിൽ അറിഞ്ഞിരിക്കണമല്ലോ. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ ഇരിക്കുന്ന കാലത്ത് ഇതേപോലെ തന്നെ ഞാൻ ലോകത്തിൽ എത്ര ഭാഷകളുണ്ടായിരുന്നൊരു അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വളരെ എളുപ്പമാണല്ലോ. നമ്മൾ വെറുതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് ഞാൻ അന്വേഷിച്ച വിഷയം ലോകത്തിൽ എത്ര ഭാഷകളുണ്ടെന്നതായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകൾ ഇതൊക്കെയാണായിരുന്നു. വനമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ അധ്യക്ഷനായി. ചിത്രകാരി സ്മിജ വിജയൻ, നാടൻപാട്ട് കലാകാരി മിനി പ്രദീപ് കരിന്തലക്കൂട്ടം, ചലച്ചിത്ര നാടക പ്രവർത്തകൻ ശ്യാം കാർഗോസ്, പരിസ്ഥിതി പ്രവർത്തകൻ SP രവി, ഗായിക സ്വാതി സുധീർ, ദളിത് ആക്ടിവിസ്റ്റ് PC മോഹനൻ എന്നിവർ കലണ്ടറിന്റെ കോപ്പികൾ ഏറ്റുവാങ്ങി. വടക്കേടത്ത് പത്മനാഭൻ, VR മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു. സാഹിത്യ, കലാ, സാംസ്കാരിക, സാമൂഹിക, പാരിസ്ഥിതിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രധാന സംഭവങ്ങളും പ്രമുഖരുടെ ഓർമ്മദിനങ്ങളും ചിത്രങ്ങളും അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് കലണ്ടർ. ഒപ്പം ലോക ചരിത്രത്തിലെയും ഇന്ത്യ ചരിത്രത്തിലെയും കേരള ചരിത്രത്തിലെയും പ്രധാന സംഭവങ്ങളും അവധി ദിനങ്ങളും വിശേഷ ദിനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെ 12 മാസത്തെ മലയാള അക്കങ്ങൾക്ക് സമാനമായ റോമൻ അറബിക് അക്കങ്ങളും പുതുവർഷ തീയതികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ 7ാം സംസ്ഥാന സമ്മേളനം പറവൂരിൽ നടന്നു. സമ്മേളനം വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. നന്മ സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട്ട് അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി കെടാമംഗലം സദാനന്ദൻ ജന്മശതാബ്ദി പ്രഭാഷണം നടത്തി. നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിധിൻ, ജോഷി ഡോൺ ബോസ്കോ, അജിത് കുമാർ ഗോത്തുരുത്ത് എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചുവരുന്ന സേവ്യർ പുൽപ്പാട്, രവി കേച്ചേരി, ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ, വിൽസൺ സാമൂൽ, ജാനമ്മ കുഞ്ഞുണ്ണി, ജിത നമ്പ്യാർ, MT അന്നൂർ, കലാമണ്ഡലം സത്യവ്രതൻ, KPS പയ്യനേടം, C രമാദേവി, KN കീപ്പേരി, മനോ മോഹൻ, ഡോക്ടർ ലേഖ തങ്കച്ചി, P കൃഷ്ണനുണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കല, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P ഇളയിടം പ്രഭാഷണം നടത്തി. സേവ്യർ പുൽപ്പാട്ട്, KN കീപ്പേരി, വിൽസൺ സാമുവൽ, രവി കേച്ചേരി എന്നിവർ സംസാരിച്ചു.
മാറ്റുക എന്നത്. ക്ലീൻ കൊടകര മാലിന്യമുക്ത കൊടകരയുടെ ഭാഗമായി പഞ്ചായത്തിലെ 19 വാർഡുകളും മത്സരാധിഷ്ഠിതമായി മാലിന്യമുക്ത പദ്ധതികൾ നടപ്പാക്കുന്നതിന് കൊടകര പഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത 10 ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനം സിയർ റക്സ് വാർഡ് നമ്പർ 6, രണ്ടാം സമ്മാനം ടി വി പ്രജിത്ത് വാർഡ് 12, മൂന്നാം സമ്മാനം കെ ജി രജീഷ് വാർഡ് 13 എന്നീ വാർഡ് അംഗങ്ങൾ കരസ്ഥമാക്കി. ചടങ്ങിൽ 19 വാർഡിലെയും ഹരിതസേനാംഗങ്ങളെയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആദരിച്ചു. മനക്കുളങ്ങര EL പാപ്പച്ചൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയം, ഗ്രാമീണ വായനശാല, വനിതാ ഫിറ്റ്നസ് സെന്റർ, ADS ഓഫീസ് എന്നിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, സ്ഥിര സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായർ എന്നിവർ സംസാരിച്ചു. എത്ര വികസിച്ചു പോയാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പരിസരങ്ങളെ നന്നായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ ചില കുറവുകൾ നമുക്കുണ്ട്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുണ്ട് ഇവിടെ, ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങളുണ്ട്, ഏറ്റവും മികച്ച റോഡുകളും വൈദ്യുതി സംവിധാനങ്ങളും സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനവും ഇങ്ങനെ തുടങ്ങിയ വികസനത്തിൻ്റെ ഒരു 21 സൂചകങ്ങളിൽ 17 എണ്ണത്തിലും ഒന്നാം സ്ഥാനം കേരള. പക്ഷേ അതിനാനുപാതികമായിട്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലും ശുചിത്വ പ്രവർത്തനങ്ങളിലുമെല്ലാം ഇതിനാനുപാതികമായി കേരളത്തിന് അത്ര എല്ലാവർക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഇത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് നല്ല ഇമ്പ്രൂവ് ആയിട്ട്, ഇപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. പക്ഷെ അത് തുടങ്ങി ആ ഘട്ടത്തിൽ നിന്ന് ഈ ഘട്ടത്തിലോട്ട് എത്താന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇതേ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെയോ പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാവരും കൂടെ ചെയ്തിട്ട് ജോയിൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. സമൂഹവും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒറ്റക്കെട്ടായി. പൂവത്തുശ്ശേരി പാലുപ്പുഴ ചേന്താപുരം വാമനക്ഷേത്രത്തിൽ നടന്നു വന്ന രാമായണ മാസാചരണം സമാപിച്ചു. സമാപന ദിവസം നടന്ന ഭഗവതി സേവാ ചടങ്ങിന് ക്ഷേത്ര മേൽശാന്തിമാരായ അഡ്വക്കേറ്റ് OD ബാലചന്ദ്രൻ, ശ്രീഹരി ബാലചന്ദ്രൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. രാമായണ പാരായണത്തിൽ പങ്കെടുത്ത ഗീതാ ഗോപി, ഷിജ സുധാകരൻ, കൃഷ്ണ രാജീവൻ, രമാ പ്രഭാകരൻ, അമ്പിളി സുരേന്ദ്രൻ എന്നിവർക്കും ക്ഷേത്ര നടത്തിപ്പുകാരായ രാജേശ്വരി, കെ രഞ്ജീവ് എന്നിവർക്കും സമിതി രക്ഷാധികാരി മനോഹരൻ, പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ വാര്യർ എന്നിവർ പുരസ്കാരങ്ങൾ നൽകി. ചാറ്റാർജി, ഷാബു, ഷാജി, അനില, ലലന, പത്മാവതി, മധു, മാധവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മഠതുമ്പടി ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു. MV ശ്രീദേവി സ്വാമി ഭദ്രദീപം തെളിയിച്ചു. സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന് മാത്രമല്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനും അദ്ദേഹത്തിന്റെ ആ വലിയ കാഴ്ചപ്പാടിനും വിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിച്ച് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞു. ഇനി അവിടെ ഒരു നല്ല ഒരു ആസ്ഥാന മന്ദിരം, അതും കൊടുങ്ങല്ലൂർ യൂണിയന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായി തന്നെ പ്രവർത്തിക്കുന്ന വിധത്തിലുള്ള നല്ല ഒരു ബഹുനില കെട്ടിടം പണിതുകൊണ്ട് ഈ ശാഖ ഈ കൊടുങ്ങല്ലൂർ യൂണിയന്റെ ഒരു എന്താ പറയാ ശക്തിയുക്തമായ ഒരു ശാഖയായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ ഈ കൊടുങ്ങല്ലൂർ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ മുൻകൊല്ലങ്ങളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഇവിടെ വിദ്യാഭ്യാസ അവാർഡിന് പുറമെ വിദ്യാഭ്യാസ പഠനോപകരണ വിതരണം ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇക്കൊല്ലം നമുക്കറിയാം നമ്മുടെ ശാഖയ്ക്കുള്ള സാമ്പത്തിക പരിമിതി മൂലം നമ്മൾ ആദ്യം മാറ്റിവെച്ചുകൊണ്ട്
പിന്നെ ഇവിടെ സ്ഥിരം നടന്നു വരാറുള്ളത് ഒരു പിടിയരി സംഭരണം, അതിന്റെ ഫണ്ട് ശേഖരണമൊക്കെ ഉണ്ടാകാറുണ്ട്. ശാഖാ പ്രസിഡന്റ് എം ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. PM സുബ്രഹ്മണ്യൻ, N മനോജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, ഗുരുസ്വാമിമാരെ ആദരിക്കൽ, റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിസ്മയ സുനിൽ, 70 വയസ്സ് കഴിഞ്ഞ സംഘം അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCI ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ ചാലക്കുടി സബ് ഡിവിഷനിലെ റെജിമോൻ NS, തമ്പി KV, ജോയ് KA, ഷിബു VP, ജിജോ VJ, ഷീബ PN എന്നിവരെ ആദരിച്ചു. ആദരണ സമ്മേളനം ചാലക്കുടി DYSP ബിജുകുമാർ PC ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ഡിബിൻ അമ്പൂക്കൻ അധ്യക്ഷത വഹിച്ചു. DYSPമാരിൽ സീനിയർ ഗ്രേഡിന്റെ ഭാഗമായി അശോക സ്തംഭം ലഭിച്ച ചാലക്കുടി DYSP ബിജുകുമാർ PCയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ലിയോപോൾ, ടെൽസൺ കോട്ടോളി, ഡയസ് കാരാത്രക്കാരൻ, സോണി സേവ്യർ, ഷാൻഡോ വിസ്മയ, വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, DYSP സ്റ്റേഷൻ റൈറ്റർ MD പോളി എന്നിവർ പ്രസംഗിച്ചു. അത് അശോകസ്തംഭം നമ്മുടെ ഒരു അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. അത് സാറിന് ഇതിന് ഒരാഴ്ച മുമ്പാണ് കിട്ടിയിട്ടുള്ളത്. വളരെ വളരെ സന്തോഷം. ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി വിവേചനത്തിനും സ്ത്രീവിരുദ്ധ പരാമർശത്തിനുമെതിരെ സാംബവ മഹാസഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. സാംബവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു. നായികയായിട്ടുള്ള റോസിയെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന പേരിൽ മാത്രം നാടുകടത്തിയതാണ് കേരളം. നിങ്ങൾക്കറിയാമല്ലോ, നെയ്യാറ്റിങ്കര വാസുദേവൻ ലോകം കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞൻ സാംബവനായി എന്നുള്ളതിന്റെ കാരണം കൊണ്ട് അറിയപ്പെടുന്ന, അർഹിക്കാത്ത അംഗീകാരം കൊടുത്തില്ല. നമ്മൾ സിത്താര എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ സഹോദരനെ 6 വർഷം മുമ്പ് സംഗീത കച്ചേരിയിൽ നിന്ന് കൈപ്പിടിച്ചുയർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ആക്ഷേപിച്ച ആളുകളാണ്. പ്രസിഡന്റ് TS സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഭവാനി കുമാരൻ, PM സുരേഷ്, ജില്ലാ സെക്രട്ടറി PS ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് KC സുരേഷ്, കലാഭവൻ ജയൻ, VV ബാബു, MK ദിനേശൻ, KT സജി, NC സുധീർ, നവീൻ ഇരിങ്ങാലക്കുട, സുധാകരൻ മാള, KB അജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1. മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം. കർഷക ദിനവും മലയാള വർഷാരംഭവും കൂടിയാണിന്ന്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കൊല്ലവർഷം 1201 ആണ്ടിലെ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു. പ്രമുഖ സാഹിത്യകാരൻ അഷ്ടമൂർത്തി പ്രകാശനം നിർവഹിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ 7ാം സംസ്ഥാന സമ്മേളനം പറവൂരിൽ നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.